വാട്ടർ സപ്ലൈ. ഇവിടെ ഇതിൽ ഇത്രയോളം വെള്ളം ഒഴിക്കും. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലത്തെ എയർ ഈ ട്യൂബിൽ കൂടി ഇപ്പുറത്ത് സപ്ലൈ ചെയ്യും. ഈ വാട്ടർ ഈ ട്യൂബിൽ കൂടി കയറി ഇപ്പുറത്തെ ഈ ടാങ്കിലോട്ട് കയറി. ബാസ്കറ്റ് ലോയിൽ നടത്തിയത് ഒരു യന്ത്രമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഈ സിറിഞ്ചിൻ്റെ ഇപ്പുറത്തറ്റം വലിക്കുമ്പോൾ ഇത് താഴും, ഇവിടെ നിൽക്കുമ്പോൾ അത് പൊങ്ങും. ഈ യന്ത്രം പകൽ നിയമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന മർദ്ദം ഈ രണ്ടാമത്തെ ചെറിയ ഒരേ അളവിൽ എത്തും. ഇതാണ് തോന്നായിരുന്നത്. വിവിധ രാജ്യങ്ങളിലെ ബോയിങ്ങുകളിൽ കണക്കി ഇതാണ് ഈ ഭൂമി നമുക്ക് വരുമ്പോൾ അല്ലാതെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഉണ്ടാക്കിയത് ലോറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഇതിൻ്റെ മാതൃകാ പഞ്ചായത്തായി സർക്കാർ അംഗീകരിക്കുന്നു. ഈ കയ്യടികളല്ല എനിക്കുള്ളതല്ല, പകരം നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളില്ലെങ്കിൽ, ഈ കിനാശ്ശേരി ഇല്ലെങ്കിൽ പിന്നെ ഞാനുണ്ടോ? ഞാൻ പറഞ്ഞു വന്ന് നമ്മളെല്ലാവരും കൂടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളുടെ ഫലമാണ് ഈ പദ്ധതി. ഗ്രാമത്തിലെ എല്ലാ വീടുകളും വൈദ്യുതീകരിച്ചു, എല്ലാ വീടുകളും വെള്ളം എത്തിച്ചു കൊടുത്തു. മുറ്റത്തൊരു പച്ചക്കറി തോട്ടം പദ്ധതി, വീടൊന്നിന് 1 കോടി, 1 കോടിക്ക് 1 മുട്ട, ആ മുട്ട കുട്ടിക്ക് എന്ന പദ്ധതി കൂടാൻ നടപ്പിലാക്കും. ഗ്രാമത്തിലെ പാവപ്പെട്ട എല്ലാവർക്കും തൊഴിലുറപ്പ്. അല്ല പ്രസിഡന്റ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു മാതൃകാ പഞ്ചായത്ത് ആകുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളൊരു മാതൃകയാവുമോ? അല്ല ഷാജ, ഇതെല്ലാം നമ്മുടെ കിനാശ്ശേരിക്ക് വേണ്ടി നമ്മുടെ പാവം പ്രസിഡന്റ്. ഞാൻ പ്രസിഡന്റിനാണോ ചോദിക്കുന്നത്? അയാൾ മറുപടി പറയട്ടെ. പോസ്റ്റ് ഉണ്ടായിരിക്കും. ഷാജൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? കിനാശ്ശേരിക്ക് വേണ്ടി താങ്കൾ ചെയ്ത കുറേ കാര്യങ്ങൾ ഒരു ലിസ്റ്റ് പോലെ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ കിനാശ്ശേരി പഞ്ചായത്ത് ഒരു മാതൃകയാവുമോ? ഉറപ്പായും കിനാശ്ശേരി പഞ്ചായത്ത് ഒരു മാതൃകാ പഞ്ചായത്ത് സർക്കാർ അംഗീകരിക്കും. അതിനാണല്ലോ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നത്. പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കുറച്ച് പ്ലാസ്റ്റിക് സംഭരണങ്ങളും വേസ്റ്റ് പ്ലാസ്റ്റിക്കുകളും സ്ഥാപിച്ചതുകൊണ്ട് ഒന്നുമായില്ല പ്രസിഡന്റ്. എന്നാ പിന്നെ ഇതെല്ലാം വാരിക്കൂട്ടി നിന്റെ പെരപ്പുറത്തുണ്ടല്ലോ. അല്ല പിന്നെ എന്റെ പുരപ്പുറത്തല്ലെങ്കിലും നിങ്ങൾ വാരിക്കൂട്ടി കൊണ്ടുവരുന്നുണ്ടല്ലോ. അങ്ങ് ചെകുത്താമലയുടെ അപ്പുറത്ത് നിങ്ങൾക്ക് ആരോഗ്യം അറിയാതെ തീരുമിടും. എന്റെ പൊന്നു വിജ്ഞാന റാണി, നിങ്ങൾക്ക് കുറെ പഠിത്തമുള്ളതല്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ കാർബൺ ഫുട് പ്രിന്റ് എന്ന്? അതെങ്ങനെയാ കൂടുന്നതെന്നും കൂടിയാൽ എന്താ സംഭവിക്കുന്നതെന്നും? ഇപ്പൊ തന്നെ ആ ചെകുത്താമലയുടെ അടുത്തൂടെ ആരെങ്കിലും പോകാറുണ്ടോ? അവിടുത്തെ സസ്യജാലങ്ങളെല്ലാം കരഞ്ഞുടങ്ങി തുടങ്ങി. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുതാണെങ്കിലും അതൊരു ജീവനാണ് പ്രസിഡന്റ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും അന്തരീക്ഷത്തിലേക്ക് വമിപ്പിക്കുന്ന കാർബണിന്റെ പ്രതിഫലനമാണ് കാണുന്നത്. ഇന്നത്തെ ചെറു സസ്യജാലങ്ങളും ജീവികളും, നാളെ നമ്മളും നമ്മുടെ വേണ്ടപ്പെട്ടവരും. ഈ ചിരി മാറും. വേദനയും പേടിയും ഉണ്ടാകുന്ന ഒരു കാലം ഈ കിനാശ്ശേരിക്ക് വരും. നമ്മളെല്ലാം ഒത്തുകൂടി സംസാരിക്കും.